ഈ മുഖ്യമന്ത്രി സ്ഥാനത്തെ ചൊല്ലിയാണ് ഇപ്പോൾ വലിയ ചർച്ചകൾ നടക്കുന്നത്. ഫ്ലക്സുകളടക്കം വരുന്നു. ഈ തർക്കം ഇപ്പോഴും തീരാത്തൊരവസ്ഥയിലേക്ക് തന്നെയാണ് കോൺഗ്രസ് പോയിക്കൊണ്ടിരിക്കുന്നത്. അസംബ്ലി സീറ്റ് നിശ്ചയിക്കുമ്പോഴും ഈ തർക്കം ഉണ്ടായിരുന്നല്ലോ. നിങ്ങളെല്ലാവരും പറഞ്ഞല്ലോ പാർലമെൻറ്റ് അംഗമായ സുധാകരന് സീറ്റ് കൊടുത്തില്ലെങ്കിൽ അദ്ദേഹം സ്വതന്ത്രമായി മത്സരിക്കും, അദ്ദേഹം പുതിയ പാർട്ടി ഉണ്ടാക്കും, ആ പാർട്ടി ഉണ്ടാക്കി കുറേ സ്ഥലങ്ങളിൽ UDF-നെ തോൽപ്പിക്കും, പേരാവൂരിൽ സണ്ണിയെ തോൽപ്പിക്കും, അതുപോലെ തന്നെ കണ്ണൂരിൽ TO മോഹനെ തോൽപ്പിക്കും. പക്ഷേ ഹൈക്കമാൻഡ് തീരുമാനം വന്നപ്പോൾ എന്താ അദ്ദേഹം പറഞ്ഞത്? ഞാൻ അനുസരണയുള്ളൊരു കോൺഗ്രസ് പ്രവർത്തകനാണ്, ഹൈക്കമാൻഡ് എന്ത് തീരുമാനിക്കുന്നു അത് ഞാൻ അക്ഷരം പ്രതി അനുസരിക്കും. കണ്ണൂരിൽ അദ്ദേഹം പ്രചരണത്തിനിറങ്ങി. ശ്രീ KPC പ്രസിഡന്റ് സണ്ണി ജോസഫിനെ വിജയിപ്പിക്കാൻ അദ്ദേഹം പോയി. അദ്ദേഹം വ്യാപകമായി പ്രചരണം നടത്തി. നിങ്ങളൊരു കാര്യം മനസ്സിലാക്കണം, കഴിഞ്ഞ കുറേ നാളുകളായി നമ്മൾ ഈ മാധ്യമരംഗത്തുണ്ടായിരിക്കുന്ന ഒരു മത്സരം, അതുകൊണ്ട് ബ്രേക്കിംഗ് ന്യൂസ് ഉണ്ടാക്കാനാണ് നിങ്ങൾ ഈ ചോദ്യം ചോദിക്കുന്നത് എനിക്കറിയാം. അതുകൊണ്ട് കോൺഗ്രസിനകത്ത് എന്തെങ്കിലും പൊട്ടലോ ചീറ്റലോ മുഖ്യമന്ത്രി സ്ഥാനത്തേക്ക് ഉണ്ടാകുമെന്ന് ആരെങ്കിലും പ്രതീക്ഷിക്കുന്നുണ്ടെങ്കിൽ ആ പ്രതീക്ഷയ്ക്ക് വലിയ ആയുസില്ല. ആ പ്രതീക്ഷയൊക്കെ നാളെ റിസൾട്ട് വന്നു കഴിഞ്ഞ് ഏതാനും ദിവസങ്ങൾക്കുള്ളിൽ മുഖ്യമന്ത്രി സ്ഥാനാർത്ഥി ആരാന്ന് തീരുമാനിക്കും. പക്ഷേ ഇതിനൊരു സിസ്റ്റം ഉണ്ടല്ലോ. തിരഞ്ഞെടുക്കപ്പെടുന്ന MLA-മാരുടെ യോഗം വിളിച്ചു കൂട്ടണം, കേന്ദ്ര നിരീക്ഷകന്മാരിൽ പങ്കെടുക്കണം, 14 DCCകൾ പ്രവർത്തിക്കുന്നുണ്ട്, KPCC ഉണ്ട്. അവരുമൊക്കെ ആയിട്ട് കോൺഗ്രസ് ഹൈക്കമാൻഡ് ആശയവിനിമയം നടത്തി വളരെ അനുയോജ്യമായൊരു തീരുമാനമെടുക്കും. അതുകൊണ്ട് മുഖ്യമന്ത്രി സ്ഥാനത്തേക്ക് മത്സരമുണ്ടാകുമെന്നുള്ള കാര്യത്തിൽ ആഗ്രഹിക്കാൻ ഈ തിരഞ്ഞെടുക്കപ്പെടുന്ന കോൺഗ്രസിന് 60 MLA-മാരാണുള്ളതെങ്കിൽ, അല്ലെങ്കിൽ 55 പേരാണെങ്കിൽ, ഒരിക്കൽ MLA ആയി തിരഞ്ഞെടുക്കപ്പെടുന്ന എല്ലാവർക്കും മുഖ്യമന്ത്രിയാകാൻ ആഗ്രഹിക്കാം. പക്ഷേ ഹൈക്കമാൻഡ് ഒരു തീരുമാനമെടുത്താൽ ആ തീരുമാനം എല്ലാവരും ശിരസ വഹിക്കും, അംഗീകരിക്കും. ഞാൻ എപ്പോഴും പറയാറുള്ളൊരു കാര്യം ഒരിക്കൽ കൂടി ആവർത്തിക്കുന്നു. രാജ്മോഹൻ ഉണ്ണിത്താൻ പ്ലസ് കോൺഗ്രസ് ഈസ് സംതിങ്, രാജ്മോഹൻ ഉണ്ണിത്താൻ മൈനസ് കോൺഗ്രസ് ഈസ് നത്തിങ്. ഇതെനിക്ക് മാത്രമല്ല, കേരളത്തിലെ എല്ലാ നേതാക്കന്മാർക്കും ബാധകമാണ്. കോൺഗ്രസ് നമ്മളോടൊപ്പം ഉള്ളതുകൊണ്ടും കോൺഗ്രസിൽ നമ്മളുള്ളതുകൊണ്ടുമാണ് നമ്മൾ ശക്തന്മാരാണ് എന്ന് ജനങ്ങൾ വിലയിരുത്തുന്നതും നമ്മൾ വിലയിരുത്തേണ്ടതും. അതിനൊരു മാറ്റം വന്നാൽ പിന്നെ നമ്മൾ വട്ടപൂജ്യമാണ്. കോൺഗ്രസ് നമ്മളോടൊപ്പം ഇല്ലെങ്കിൽ, കോൺഗ്രസിൽ നമ്മളില്ലെങ്കിൽ നമ്മൾ ബിഗ് സീറോ ആണ്. ആ യാഥാർത്ഥ്യം എനിക്ക് മാത്രമല്ല, തിരഞ്ഞെടുക്കപ്പെടുന്ന എല്ലാ MLA-മാർക്കും MP-മാർക്കും ബാധകമാണ്. ഈ ജനങ്ങളുടെ ഒരു ആഗ്രഹമാണ്. ഇതിപ്പോൾ രമേശ് ചെന്നിത്തലയ്ക്ക് വേണ്ടി ഒരു കുർബാന അവർ കഴിച്ചിട്ടുണ്ട്, അതുപോലെ VD സതീശന് വേണ്ടിയിട്ട് പ്രാർത്ഥനകൾ നടക്കുന്നു. എങ്ങനെ UDF അധികാരത്തിൽ വന്നിട്ട് ഏതായിരിക്കും ഇപ്പോൾ ഭരിക്കുക? ഹിന്ദിയിലെ കുർബാനയാണോ ഉദ്ദേശിച്ചത്? അല്ല, കുർബാന ഹിന്ദിയിൽ വേറെ അർത്ഥമാണ്. ഫ്ലക്സ് ബോർഡുകളൊക്കെ അനുയായികൾ ഇങ്ങനെ ഫ്ലക്സ് ബോർഡുകൾ ഓരോ നേതാക്കൾക്ക് വേണ്ടി വെക്കുന്നു, നിയുക്ത മുഖ്യമന്ത്രി എന്ന തലത്തിലൊക്കെ. അപ്പോൾ സ്വാഭാവികമായും ഇതൊരു നല്ല പ്രവണതയല്ല, അതങ്ങനെ ചെയ്യേണ്ടതില്ല എന്നീ നേതാക്കൾ പറയേണ്ടതല്ലേ? ഒരു നേതാവ് പോലും, ഇപ്പോൾ VD സതീശനായാലും KC വേണുഗോപാലും രമേശ് ചെന്നിത്തലയായാലും ആരും അതിനെ അങ്ങനെ ചെയ്യരുത് എന്ന് പരസ്യമായി ഈ ദിവസങ്ങളിൽ പ്രതികരിക്കുന്ന കണ്ടിട്ടില്ല. എന്തുകൊണ്ടായിരിക്കും? മുഖ്യമന്ത്രി സ്ഥാനത്തെക്കുറിച്ച് ഹൈക്കമാൻഡ് ചില വിലക്കുകൾ നിലവിലുണ്ട്. ഒരു നേതാക്കന്മാരും മുഖ്യമന്ത്രി സ്ഥാനവും ആയി ബന്ധപ്പെട്ട ഒരു കാര്യത്തെക്കുറിച്ചും പരസ്യ പ്രസ്താവന നടത്താൻ പാടില്ല എന്ന് പറഞ്ഞിട്ടുണ്ട്. ഞാൻ അച്ചടക്കമുള്ളൊരു കോൺഗ്രസ് പ്രവർത്തകൻ എന്നുള്ള നിലയ്ക്ക് മുഖ്യമന്ത്രി സ്ഥാനത്തെക്കുറിച്ച് ഇപ്പോൾ പ്രതികരിക്കാൻ ഞാൻ ആഗ്രഹിക്കുന്നില്ല. പ്രതികരിക്കേണ്ട സമയം ഇതല്ല. MLA-മാരെയൊക്കെ തിരഞ്ഞെടുത്ത് കഴിഞ്ഞ് അവരുടെ യോഗം കഴിഞ്ഞ് അതിനുശേഷം നടക്കുന്ന സംഭവവികാസങ്ങൾ, അപ്പോഴത്തേക്ക് ഹൈക്കമാൻഡ് വിലക്കൊക്കെ മാറിക്കഴിഞ്ഞാൽ എനിക്ക് പറയാനുള്ള അഭിപ്രായം ഞാൻ എന്നും പറഞ്ഞിട്ടുണ്ട്. തുമ്മിയാ തെറിക്കുന്ന മൂക്കാണെങ്കിൽ ചുമ്മാ തെറിച്ച് പോട്ടെ എന്നുള്ള ഒരു പ്രവണത കാത്തു സൂക്ഷിക്കുന്ന ആളാണ്. അതുകൊണ്ട് ഹൈക്കമാൻഡ് എന്ന് പറയുന്നത് കോൺഗ്രസിൻ്റെ പരമോന്നത സഭയാണ്. ആ പരമോന്നത ബോഡി ഒരു തീരുമാനം എടുത്തു കഴിഞ്ഞാൽ എല്ലാവരും അതനുസരിക്കാൻ ബാധ്യസ്ഥരാണ്. അതുകൊണ്ട് മുഖ്യമന്ത്രി സ്ഥാനത്തെക്കുറിച്ച് ഒരു കമാന്നൊരക്ഷരം മിണ്ടാൻ ഈ അവസരം ഞാൻ ഉപയോഗിക്കുന്നില്ല. താങ്കളുടെ ഈ ഒരു അച്ചടക്കേ മുതിർന്ന പല നേതാക്കളും കാണിക്കുന്നില്ല. ഫേസ്ബുക്ക് പോസ്റ്റ് അടക്കം ഇട്ടിട്ടാണ് ഇത്തരത്തിൽ ഓരോ മുഖ്യമന്ത്രി ഇന്ന സ്ഥാനാർത്ഥി എന്നുള്ള രീതിയിൽ തന്നെ പറയുന്നത്. അങ്ങനെ അല്ല, ഇപ്പം നിങ്ങൾ എന്നോട് ചോദിച്ച ചോദ്യം
കാണിക്കാത്തവരാരാണോ അവരോട് നിങ്ങൾ ചോദിക്കുക, അതിൻ്റെ മറുപടി അവരിൽ നിന്ന് മേടിക്കുക. ഈ വിലക്കുകളുള്ളപ്പോഴും പല സമയത്ത് രാജ്മോഹൻ ഉണ്ണിത്താന്റെ തുറന്ന പറച്ചിലുകളിൽ കോൺഗ്രസിന് തിരുത്തലിന് കാരണമായിട്ടുണ്ട്. ഇപ്പൊ ആ രീതിയിലൊരു ഇടപെടൽ നടത്തുന്നുണ്ട് ഈ സമയത്ത്. തിരുത്താൻ പല ഘട്ടത്തിലും വെട്ടിത്തുറന്ന പറച്ചിൽ, ഈ വിലക്കുകളൊക്കെ മാറ്റിവെച്ചുകൊണ്ടുള്ള പറച്ചിൽ ഗുണം ചെയ്തിട്ടുണ്ട്. ഇപ്പൊ ഈ ഒരു ഘട്ടത്തിൽ അങ്ങനെ ഗുണം ചെയ്യുന്ന രീതിയിലൊരു പ്രതികരണമാണ് പ്രതീക്ഷിക്കുന്നത് നമ്മൾ. അല്ല, നിങ്ങൾ പ്രതീക്ഷിക്കുന്ന എല്ലാം സാധിച്ചു തരാൻ എനിക്ക് പറ്റത്തില്ലോ. ചിലപ്പോഴൊക്കെ പ്രതീക്ഷ അമിത പ്രതീക്ഷയാണെങ്കിൽ നിരാശ വരും. അതുകൊണ്ട് ഞാൻ പറയുന്നു, നാളെ ഒരു ദിവസം കൂടെ കാത്തിരുന്നാൽ MLA-മാരെ കുറിച്ച് ഒരു ക്ലിയർ പിക്ചർ കിട്ടുമല്ലോ. നാളെ ആരൊക്കെയാണ് തിരഞ്ഞെടുക്കപ്പെടാൻ പോകുന്നത് എന്നുള്ളതിനെക്കുറിച്ചൊരു ക്ലാരിറ്റി നാളെ വരും. വന്നു കഴിഞ്ഞാൽ പിന്നെ ഇതിനെക്കുറിച്ച്, മുഖ്യമന്ത്രി സ്ഥാനത്തെക്കുറിച്ച് MLA-മാരാണ് അഭിപ്രായം പറയേണ്ടത്. പിന്നെ അഭിപ്രായം പറയേണ്ട ഫൈസലിനെ പോലുള്ള ആളുകൾ DC പ്രസിഡന്റുമാരാണ്. ഏറ്റവും അവസാനമാണ് MP-മാരുടെ അഭിപ്രായം പറയേണ്ടത്. മനസ്സിലായില്ലേ? അപ്പോൾ ആദ്യം തിരഞ്ഞെടുക്കപ്പെട്ട MLA-മാർ, പിന്നെ DC പ്രസിഡന്റുമാർ, KPCC, ഏറ്റവും അവസാനം ഞങ്ങൾ അഭിപ്രായം പറയേണ്ട സമയത്ത് ഞങ്ങൾ അഭിപ്രായം പറയും. നടക്കുന്ന ചർച്ച അനാവശ്യമാണ്. അല്ല, എന്നൊന്നും ഞാൻ പറയില്ലോ. ഞാൻ പറഞ്ഞല്ലോ ഹൈക്കമാൻഡ് മുഖ്യമന്ത്രി സ്ഥാനത്തേക്കുള്ള ചർച്ചയ്ക്ക് വിലക്ക് ഏർപ്പെടുത്തിയിരിക്കുന്ന സാഹചര്യത്തിൽ ഇന്ന് എന്നിൽ നിന്ന് കൂടുതലൊന്നും പ്രതീക്ഷിക്കേണ്ട. അങ്ങയുടെ ഒരു പ്രതികരണം മുമ്പ് ഒരു മാധ്യമത്തിന് നൽകിയ പ്രതികരണത്തിൽ അങ്ങ് പറയുന്നത്, ഇപ്പോൾ ഒരു സർക്കാർ ഇടതുപക്ഷം അധികാരത്തിൽ വന്നു കഴിഞ്ഞ് അവരുടെ മന്ത്രിസഭാ രൂപീകരണത്തിൽ ഒരു മതസംഘടനയും ഒരു സാമുദായിക സംഘടനയും ഇടപെടില്ല, അത് മാതൃകയാക്കണം എന്ന് അങ്ങ് ഒരു തവണ പ്രതികരിച്ചിരുന്നു. പക്ഷേ UDF വന്നു കഴിഞ്ഞാൽ ഈ മതസംഘടനയും സാമുദായിക സംഘടനകളിലൊക്കെ അതിൽ ഇടപെടും എന്ന് പറഞ്ഞു. അപ്പോൾ ഇടതുപക്ഷത്തിന്റെ മാതൃകയാക്കേണ്ട ആ രീതി ഈ തവണ UDF മാതൃകയാക്കുമോ അധികാരത്തിലെത്തിയാൽ? അതാണല്ലോ ഞാൻ പറഞ്ഞത്. ഇതെല്ലാം മുഖ്യമന്ത്രിയുമായി ചുറ്റിപ്പറ്റിയുള്ള ചോദ്യങ്ങളാണ്. ഈ നാളെ ഒരു ദിവസം കൂടെ കാത്തിരുന്നതിന് ശേഷം ഈ ഗവൺമെൻറ് ഉണ്ടാക്കാൻ നടപടിക്രമങ്ങൾ ആരംഭിച്ചു കഴിഞ്ഞിട്ട് അതിനെക്കുറിച്ച് ഞാൻ പ്രതികരിക്കാം. യാതൊരു തർക്കവുമില്ല. UDF-ന് ലീഡ് കിട്ടിയാൽ എന്നാണ് പറഞ്ഞത്. അപ്പൊ ലീഡ് കിട്ടാത്തൊരു സാഹചര്യം വന്നാൽ അങ്ങനെ പ്രതിപക്ഷ നേതാവ് VD സതീശൻ രാഷ്ട്രീയ വനവാസത്തിന് മുന്നൊക്കെ പറഞ്ഞിട്ടുണ്ട്. അപ്പൊ വാക്ക് പാലിക്കണമെന്നാണ് അഭിപ്രായം. ഞാൻ നിങ്ങളോട് ആദ്യമേ എന്താ പറഞ്ഞത്? ഇപ്പോൾ ഏറ്റവും അവസാനത്തെ ഒരു സർവേ വന്നിരിക്കുന്നത് 90-95 സീറ്റുകൾ കിട്ടുമെന്നാണ്. ഞാനെന്താ നിങ്ങളോട് പറഞ്ഞത്? 977 ആവർത്തിക്കുമെന്ന് എന്ന് പറഞ്ഞാൽ 111 സീറ്റ് വരെ പോകാമെന്നാണ് പറഞ്ഞേ. പിന്നെയും നിങ്ങളെന്തിനാ ഈ ദോഷൈകതിർക്കാകാൻ പോകുന്നത്? അധികാരത്തിൽ വന്നില്ലെങ്കിൽ എന്നുള്ള ക്വസ്റ്റ്യൻ ഈസ് ഇറലവൻ. ചെറിയൊരു സംശയം. ഇപ്പോൾ താങ്കൾ എക്സിറ്റ് പോൾ അടക്കം വെച്ച് അതിനെക്കുറിച്ച് സംസാരിച്ചല്ലോ. അപ്പോൾ ബംഗാളിൽ BJP അധികാരത്തിലെത്തും എന്നും അതുപോലെ തന്നെ ആസാമിൽ 100-ലധികം സീറ്റ് നേടി BJP വീണ്ടും അധികാരത്തിൽ തുടരുമെന്നുള്ള എക്സിറ്റ് പോളുകളൊക്കെ തന്നെയാണ് വരുന്നത്. കേരളത്തിലെ എക്സിറ്റ് പോളിന് വിശ്വസിക്കാൻ കഴിയുകയാണെങ്കിൽ ബംഗാളിലെയും ആസാമിലെയും വിശ്വസിക്കേണ്ടി വരില്ല. നമ്മളിപ്പോൾ കേരളത്തിലെ തെരഞ്ഞെടുപ്പിൻ്റെ ഒരു അവലോകനമാണ് നടത്തിയത്. ബംഗാളിനെക്കുറിച്ചും തമിഴ്നാടിനെക്കുറിച്ചും പോണ്ടിച്ചേരിയെക്കുറിച്ചും ആസാമിനെക്കുറിച്ചും ഇനിയുള്ള റിസൾട്ട് വന്നതിന് ശേഷം നമുക്ക് വിശദമായി ചർച്ച ചെയ്യാം. അതിന് തർക്കമൊന്നുമില്ല. ഓക്കെ.